നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതും വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നു. നമുക്ക് ഫോക്കസ് 5 വിശദമായി തന്നെ പരിശോധിക്കാം. മറ്റു വാർത്തകളും കാണാം, വിശേഷങ്ങളും പങ്കുവയ്ക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഫോക്കസ് 1ലേക്ക് പോവുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഭീതിയിലും. ഇന്ന് ഏറെ ചർച്ച ചെയ്തതും ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലും അത് ചർച്ചയായിരുന്നു. ഇന്ന് അതിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധം ഉയരുന്നു എന്നതാണ് വലിയ വാർത്ത. ഇന്നത്തെ പ്രധാന വാർത്ത അതുതന്നെയാണ്. സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. കേരളത്തിൽ വ്യാപക പ്രതിഷേധം കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലേ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്ത വന്നപ്പോൾ മുതൽ തന്നെ ആ ആശങ്ക നിലവിലുണ്ടായിരുന്നു. സിസ്റ്റർമാരായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവർക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയരാക്കാൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ്. ആദ്യം ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ തടഞ്ഞുവെക്കുന്നു. അങ്ങനെ വാക്കേറ്റവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അവർ ഇന്ന് ജാമ്യം തേടും എന്ന വാർത്തകളൊക്കെയായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ജാമ്യാപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതാണ് അറിയുന്നത്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരുള്ളത്. ഈ വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെയുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഇന്ന് പാർലമെന്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉയർത്തി. ഒരു നിലപാടാണ് എംപിമാർക്കുണ്ടായിരുന്നത് ഈ വിഷയത്തിലെങ്കിലും പ്രത്യേകമായിരുന്നു പ്രതിഷേധം നടന്നത്. ആദ്യം UDFന്റെ പ്രതിഷേധം, പിന്നീട് LDF എംപിമാരുടെ പ്രതിഷേധം. ആ നിലയ്ക്കാണ് പാർലമെന്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറിയത്. തിരുവസ്ത്രത്തെ അപമാനിച്ച ബജ്രംഗദളെ ഓർത്തോളൂ, ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ. പാർലമെന്റിന് മുന്നിൽ നടന്ന UDF എംപിമാരുടെ പ്രതിഷേധമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിനുശേഷം LDF എംപിമാരുടെ പ്രതിഷേധവും നടന്നു. KC വേണുഗോപാലും ജോൺ ബ്രിട്ടാസും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക്. He wrote a letter to the Home Minister of India and the Chief Minister of Chhattisgarh regarding the issue of custody of Indian nuns. They taken 3 women, aged women, for employment. But the government and the Bajrang Dal has conspired. That is basically that is a trafficking issue. And initially they told they are taking for conversion. It was totally false. Every places they are haunting Christian institutions, Christian nuns and Christian fathers. സഭയ്ക്ക് പുറത്തു നടന്ന പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം സഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. 2 എംപിമാർ, കേരളത്തിൽ നിന്നുള്ള 2 എംപിമാർ ഈ വിഷയം സഭയെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. അത് കേരളത്തിൽ നിന്നുള്ള K. സുധാകരനും ഒപ്പം തന്നെ ഹൈബി ഈഡൻ എംപിയുമാണ് ഈ നോട്ടീസ് നൽകിയത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഇത് പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തിയെങ്കിൽ പോലും അത് തള്ളുകയായിരുന്നു. സർക്കാർ അതിന് വഴങ്ങാതിരിക്കുകയായിരുന്നു. दल के नेताओं को समझाओ, इनको सदन में पर्चे फेंकने के लिए, तख्तियां लाने के लिए नहीं भेजा है. आप प्रश्नकाल नहीं चलाना चाहते, आखिर जवाब दो. देश जानना चाहता है कि आप प्रश्नकाल क्यों नहीं चलाना चाहते. 10 महत्वपूर्ण मंत्रालयों पे आज चर्चा होने वाली है. शिक्षा, पर्यावरण, वित्त, श्रम, ऐसे महत्वपूर्ण विभागों पर चर्चा होना चाहती है. सदस्यों का समय होता है, आप प्रश्नकाल नहीं करना चाहते. आखिर क्यों प्रश्नकाल स्थगित करा रहे हो आप? क्यों सदन के अंदर नारेबाजी, तख्तियां, पर्चा फेंक रहे हो? ये सदन के अंदर मर्यादा आपकी? देश देखना चाहता है कि आप नियोजित तरीके से
की मर्यादाओं को गिराते हैं, गरिमा को गिराते हैं। आप चर्चा नहीं करना चाहते, आप मुद्दों पर विषय नहीं रखना चाहते, प्रश्नकाल पर मान्य सदस्यों को बोलने नहीं देते। आप ये तरीका आपका ആരോഗ്യ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ കോളേജുകളും എല്ലാം നടത്തുന്ന ആതുര സേവന രംഗത്ത് ട്രൈബൽ മേഖലയിൽ, നക്സൽ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജറംഗ് ദളിൻ്റെയും RSSൻ്റെയും BJPയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അഡ്ജൺമെന്റ് മോഷൻ കൊടുക്കുക മാത്രമല്ല, അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രതികരിക്കും. UDF MPമാർ ഒറ്റക്കെട്ടായി ഇതിൽ നിൽക്കുക. അറസ്റ്റിനെ രാഹുൽ ഗാന്ധി അപലപിച്ചു. BJP ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒപ്പം തന്നെ ദീപിക സഭയുടെ മുഖപത്രത്തിലും വലിയ വിമർശനമാണ് ഉയർന്നത്. മതനിരപേക്ഷത, രാജ്യത്തിന്റെ മതനിരപേക്ഷത ഹനിക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക മുഖപ്രസംഗത്തിലൂടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് ഈ മുഖപ്രസംഗത്തിലുള്ളത്. 2 കന്യാസ്ത്രീകളെയല്ല വർഗീയവാദികൾ ബന്ദികളാക്കിയത് മതേതര ഭരണഘടനയാണ് എന്ന് ദീപിക മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന BJP രാഷ്ട്രീയം തിരിച്ചറിയുമെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. കടുത്ത വിമർശനവുമായി ക്രൈസ്തവ സഭകളും രംഗത്തു വന്നു. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണെന്നും ഭരണഘടനയ്ക്കെതിരായ നടപടിയെന്നും CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് വിമർശിച്ചു. രാജ്യത്ത് ക്രൈസ്തവർ ഭയത്തിലാണെന്ന ആശങ്കയും CBCI അധ്യക്ഷൻ പങ്കുവച്ചു. കന്യാസ്ത്രീമാരെ അനാവശ്യമായി തുറുങ്കിലടയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ടെന്നും CSI സഭ പ്രതികരിച്ചു. BJPക്ക് ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിൽ പ്രീണനവുമാണെന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലയാളികളെന്നും ഓർത്തഡോക്സ് സഭ വിമർശനമുന്നയിച്ചു. കേരളത്തിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നു. സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്ന് മന്ത്രി P. രാജീവ് കുറ്റപ്പെടുത്തി. മൗലികാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. അതേസമയം അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ ഇരുവരും സന്ദർശിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും മന്ത്രിമാർ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. ഇത് നാം കാണേണ്ട ഭാഗം, ഇത് ഒരു ക്രിസ്ത്യൻ പ്രശ്നം എന്ന നിലയിലല്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടന മതവിശ്വാസം പിന്തുടരുന്നതിനും മതവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനും മൗലികാവകാശം ഉറപ്പു നൽകുന്നതാണ്. ആ അവകാശം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലൊന്നാണ്. അപ്പോൾ അതെല്ലാ വിഭാഗക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട്, ഭരണഘടനാ വിരുദ്ധമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം, അതോടൊപ്പം ഭരണഘടന തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ എല്ലാവരും ചേർന്നിട്ടാണ്. ഒരു ക്രിസ്ത്യൻ പ്രശ്നം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ഒരു മുസ്ലിം പ്രശ്നം എന്ന നിലയിലല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ശക്തമായി തന്നെയുള്ള പ്രതിഷേധം ഒരു വശത്ത് ഉയരുക, അതോടൊപ്പം തന്നെ നിയമപരമായി നമുക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളും തേടാനാണ് ശ്രമിക്കുന്നത്. ഇത് വളരെ ഗൗരവപൂർവം പൊതുസമൂഹം വീക്ഷിക്കുന്നൊരു പ്രശ്നമാണ്. മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഹായം ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നടത്തുന്ന സിസ്റ്റേഴ്സ്, അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനം അത് ചെറിയ തോതിൽ കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സിസ്റ്റേഴ്സിന് 25 വർഷക്കാലത്തിലേറെയായി അവിടെ എല്ലാം സേവനം ചെയ്യുന്നവരാണ്. മതിയായ രേഖകളോടുകൂടി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് ഇവരോടൊപ്പം ഉള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടും അറസ്റ്റ് വിധിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ മൗലികമായിട്ടുള്ള നമ്മുടെ അവകാശത്തിനുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു പൊതുവിഷയമാണ്. ഇതൊരു വിഭാഗത്തെ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാ വിഭാഗത്തെയും മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ ശ്രദ്ധേയമാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കാണിക്കുന്ന തികച്ചും നീതി പുലർത്താൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്നുള്ളത് ഗൗരവപൂർവ്വം കാണുകയും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പക്കൽ നിന്ന് എല്ലാ തലത്തിലുള്ള ഇടപെടലുണ്ടാകുമെന്നിവിടെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ തുടരുന്നുണ്ട്. RSS അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും അവരെ വേട്ടയാടുന്നത് തുടരുകയാണ് എന്നുമായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ
ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിനെ രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. സഭയുടെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയാലും പറഞ്ഞാലും ഒന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പ്രധാനമന്ത്രിയോട് പറയാൻ തിരുമേനിമാർ തയ്യാറാകണം എന്ന് മന്ത്രി സൂചിപ്പിച്ചു. അത് പറയാനുള്ള ധൈര്യം അവർ കാണിക്കണമെന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മാത്രവുമല്ല, ഇവർ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്ന ഒരു ആരോപണം കൂടി മന്ത്രി മുന്നോട്ട് വെച്ചു. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നു. രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒന്നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ക്രിസ്മസിന് കേക്കുകളുമായി കേരളത്തിലെ അരമനകളിൽ കയറി ഇറങ്ങുന്നവരുടെ മനസ്സ് ഇതാണ് എന്നതാണ് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളിൽ BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുമിത്രാദികൾക്കൊപ്പം അവരെ സ്വീകരിക്കുന്നതിനെത്തിയ കന്യാസ്ത്രീകളെയാണ് കളവായ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരെ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം BJP ഈ വിഷയത്തെ സമീപിക്കുന്നത് ഛത്തീസ്ഗഡിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചുകൊണ്ടാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ് എന്ന് PK കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ്, സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ്. അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ ശ്രീ അനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെത്തും. ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും. ഞങ്ങളെ സംബന്ധിച്ച് സഭയോടുള്ള സഭാവിശ്വാസത്തോട് ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഒരു പിതാക്കന്മാരെയും ഈ നീചന്മാരെന്നോ നികൃഷ്ടന്മാരെന്നോ എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സമീപനം അതല്ല. ഞങ്ങളെ സഭയെയും സഭാപിതാക്കന്മാരെയും വിശ്വാസികളെയും ആദരവോടുകൂടി കാണുന്ന സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതാണ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം വലിയ ആശങ്കയിലാണ് ഈ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായിട്ടുള്ള ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സിസ്റ്റർമാരുടെ കുടുംബം. വലിയ ആശങ്കയിലാണ്. പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങൾ ഇന്ന് ന്യൂസ് 8നോട് പ്രതികരിച്ചു. അവർ വലിയ ആശങ്കയിലാണ്. ഈ കുട്ടികളുടെ അനുവാദത്തോടു കൂടിയാണ്, അവരുടെയും കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ അനുവാദത്തോടു കൂടിയാണ് അവരെ കൊണ്ടുപോയത് എന്ന കാര്യമാണ് ആ കുടുംബാംഗങ്ങൾ ഇന്ന് ന്യൂസ് 8നോട് പറഞ്ഞത്. ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഈ 3 കുട്ടികളും ക്രിസ്ത്യൻസാണ്. 3 കുട്ടികൾക്കും 18 വയസ്സായതാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നേക്കണമെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്? നീതി നിഷേധമാണിത്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 30 വർഷക്കാലമായി യാതൊരു സേവന രംഗത്തെ പാവപ്പെട്ടവരെ, കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെയാണ് തുറുങ്കിലടച്ചിരിക്കുന്നത്.
ഈ രാജ്യം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ആശങ്കയാണ്. മറ്റു കന്യാസ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് ആ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ സിസ്റ്റർമാർ ജാമ്യാപേക്ഷ നൽകുമെന്ന വാർത്ത ഇന്നലെ തന്നെ വന്നിരുന്നതാണ്. പക്ഷേ അവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. കാരണം ഈ കുട്ടികളിൽ ഒരാൾ മൊഴിമാറ്റി എന്ന വിവരമുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് മൊഴിമാറ്റം നടന്നത് എന്നത് വ്യക്തതയില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നീക്കമാണ് നടത്തേണ്ടതെന്ന് കേസിന്റെ വിശദാംശങ്ങൾ കൂടി അറിഞ്ഞ ശേഷം തീരുമാനിക്കാം എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കേസിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. എന്തായാലും വ്യാപക പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമ്മൾ പോകുന്നു ഇനി അടുത്ത വാർത്തയിലേക്ക്. ഫോക്കസ് നമ്പർ 2, കളം മാറുമോ സുരേഷ് കുറുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓരോ ദിവസവും ന്യൂസ് 18 അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്താണ് സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട് UDF ക്യാമ്പ് നടത്തുന്ന നിർണായകമായ ചില നീക്കങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. VN വാസവന് പകരം ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാനാണ് UDF ക്യാമ്പ് നീക്കം നടത്തുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. VN വാസവന് പകരം ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കുക എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ആശയവിനിമയങ്ങൾ ഇതിനോടകം തന്നെ നടന്നു. ചരടുവലികൾ പക്ഷേ എസ് എന്ന ഒരു മറുപടിയിൽ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുരേഷ് കുറുപ്പ് തയ്യാറാവുകയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ, ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുറുപ്പുമായി ചർച്ചകൾ നടത്തിയത്. സുരേഷ് കുറുപ്പ് എത്തിയാൽ അതിന് എസ് എന്ന മറുപടി നൽകിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിന് നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകിയേക്കും. ഇതാണ് ആ ഡീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പാർട്ടിയുമായി അകന്ന് സുരേഷ് കുറുപ്പ് കഴിയുന്ന സാഹചര്യം മുതലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UDF കൃത്യമായി നടത്തുന്നത്. സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ സീറ്റ് VN വാസവന് CPM നൽകിയത്. അന്ന് തുടങ്ങുന്നതാണ് ഈ അകൽച്ച, പാർട്ടിയുമായുള്ള സുരേഷ് കുറുപ്പിന്റെ അകൽച്ച. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് കുറുപ്പിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം കുറുപ്പ് പിൻവാങ്ങിയത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ CPMന്റെ ജില്ലാ നേതൃനിരയിൽ നിന്ന് സുരേഷ് കുറുപ്പ് ഒഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, പാർട്ടിയുമായി അകന്നു കഴിയുന്നതിനിടെയാണ് കോൺഗ്രസ് ഇപ്പോൾ നിർണായക നീക്കം നടത്തുന്നത്. ഇതിന് പിന്നാലെയാണ് VSനെതിരെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനമായി കഴിഞ്ഞ ദിവസം എത്തിയത്. ആ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ VS എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞുവെന്നും ഈ അധിക്ഷേപം സഹിക്കവയ്യാതെയാണ് VS വേദി വിട്ട് പുറത്തിറങ്ങിയതെന്നും സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇത് വലിയ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നത്. സുരേഷ് കുറുപ്പിന്റെ മനസ്സിൽ എന്ത് എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഇപ്പോഴത്തെ ഓഫറിനോട് സുരേഷ് കുറുപ്പ് ആദ്യം നോ എന്ന് പറഞ്ഞു എന്ന വിവരമുണ്ട്. എന്നാൽ ശ്രമം കോൺഗ്രസ് ഉപേക്ഷിച്ചിട്ടില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനോട് ഇതുവരെ സുരേഷ് കുറുപ്പ് എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. ശ്രമം തുടരാനും UDF നീക്കം നടത്തുന്നുണ്ട്. അതിനിടെ സുരേഷ് കുറുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു. ഇതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏക പ്രതികരണം സജി ചെറിയാന്റേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നേതാവ് സുരേഷ് കുറുപ്പാണെന്നും സാഹചര്യങ്ങൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ എത്ര പേരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കേണ്ടി വരുമെന്നും സജി ചെറിയാൻ ചോദിച്ചു. ആലപ്പുഴ സമ്മേളനം നടത്തിയതിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. പാർട്ടി ജില്ലാ സെക്രട്ടറി ചുമതല എനിക്കായിരുന്നു. ജി സുധാരസാവായിരുന്നു അതിന്റെ ചെയർമാൻ. ആ സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഒരു പരാമർശവും VSനെതിരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് തിരുത്തണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, സഖാവ് VS പാർട്ടിയുടെ ഭാഗമാണ്. VS ഒരിക്കലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല.
VS-നെ ഒരിക്കലും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടി ഉണ്ടാക്കിയ പ്രമുഖ നേതാവാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പാർട്ടി കൊടുക്കാവുന്ന, ജനങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ആദരവ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ നേതൃത്വത്തിൽ നിന്നൊരാളാണ്. എല്ലാവരും ഞങ്ങളുടെ അറേഞ്ച്മെന്റ്സിനെ പറ്റി നല്ല സംതൃപ്തിയോടാണ് കുടുംബാംഗങ്ങളും അല്ലാത്തവരും മാധ്യമങ്ങളും എല്ലാം പറഞ്ഞു. അങ്ങനെ VS എന്ന് പറയുന്ന ആ മഹാ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ നൽകിയ ആദരവിന് ശേഷം ആ വലിയ ഒരു ജനമുന്നേറ്റത്തെ, അല്ല ജനങ്ങളുടെ ഒരു സ്നേഹത്തെ ഇപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആരുടെ ഭാഗത്തുനിന്ന് പറയുന്നു? കാരണം VS ഇല്ല. ഇപ്പോ ഈ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്റെ സഹാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് VS തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങളിലൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ UDF നോക്കുന്നു എന്ന് വാർത്ത പറയുമ്പോൾ ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാണെങ്കിൽ തങ്ങൾ എത്ര പേരെ കൊണ്ടുവരേണ്ടി വരും എന്ന ചോദ്യം സജി ചെറിയാൻ ഉന്നയിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരണമെങ്കിൽ സുരേഷ് കുറുപ്പ് മനസ്സ് തുറക്കണം. അതുവരെ ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ടുള്ള ഈ ആകാംക്ഷ ഇതുപോലെ തുടരാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ഇനി പോകുന്നത് ഫോക്കസ് നമ്പർ 3യിലേക്കാണ്. VC-മാരും ജ്ഞാനസഭയും. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങുകയും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുകടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പുതിയ പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുന്നത്. അത് RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിന്റെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്നു. അതിനുശേഷം ആ പ്രശ്നമൊന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വന്നു. പക്ഷേ ഒരു കാരണവശാലും VC അയയുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് ജ്ഞാനസഭയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ പ്രശ്നം ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്യമായ നീക്കവുമായി മന്ത്രിമാരടക്കം ഇപ്പോൾ രംഗത്തെത്തിയതോടെ പോര് മറ്റൊരു തലത്തിലെത്തി നിൽക്കുകയാണ്. സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് VC ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിനെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുമ്പോഴാണ് ഈ വിവാദം കൂടി വരുന്നതെന്ന് ഓർക്കണം. VC-മാർ കൂട്ടത്തോടെ RSS പരിപാടിയിൽ പങ്കെടുത്തതാണ് സർക്കാരിന് ഇപ്പോൾ ക്ഷീണമായിരിക്കുന്നത്. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, ആരോഗ്യ സർവകലാശാല VC-മാർ ജ്ഞാനസഭയിൽ പങ്കെടുക്കുമെന്ന സൂചന സർക്കാരിനുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും സർക്കാർ ലിസ്റ്റിൽ നിന്നും കുഫോസ് VC-ആയ ഡോക്ടർ A ബിജുകുമാർ പരിപാടിയിൽ പങ്കെടുത്തത് ഇപ്പോൾ സർക്കാരിനെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് VC-മാർക്കെതിരായ നിലപാട് സർക്കാർ കടുപ്പിക്കുന്നത്. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ VC-മാർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ ഇതിനോടുള്ള പ്രതികരണം. ജ്ഞാനോൽപാദനത്തിനും വിജ്ഞാന വളർച്ചയ്ക്കും നേതൃത്വം വഹിക്കേണ്ട വൈസ് ചാൻസലർമാർ സർവ്വമതസ്ഥരുൾപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളെ കാവ്യവൽക്കരിച്ചെന്ന് RSS-ന് ഇത് അഭിമാനമായിരിക്കും. പക്ഷേ കേരളത്തിന് ഇത് ലജ്ജാകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് R ബിന്ദു പറഞ്ഞത്. അപ്പോൾ വലിയ വിമർശനം ഈ രീതിയിൽ VC-മാർക്കെതിരെ ഉയർത്താൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു. RSS അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ജ്ഞാനസഭയിലാണ് സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സജു, കുഫോസ് VC ഡോക്ടർ A ബിജുകുമാർ എന്നിവരാണ് RSS പരിപാടിയിൽ പങ്കെടുത്തത്. RSS മേധാവിയുടെ വിദ്യാഭ്യാസ സദസ്സിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വിവാദമാകുമ്പോൾ കുഫോസ് VC A ബിജുകുമാർ നൽകുന്നത്. താൻ പങ്കെടുത്തത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന മറ്റൊരു സെമിനാറിലാണ് എന്നും വാർത്താക്കുറിപ്പിലൂടെ ബിജുകുമാർ അറിയിക്കുന്നു. VC എന്ന നിലയിൽ സെമിനാറിൽ തന്റെ നിലപാട് വിശദീകരിച്ചുവെന്നും മറ്റുള്ള വാർത്തകൾ തെറ്റാണ് എന്നുമാണ് കുഫോസ് VC ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കുഫോസ് VC-യെ പുറത്താക്കണമെന്ന ആവശ്യമാണ് മന്ത്രി V ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത്. VC-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത് എന്ന് മന്ത്രി V ശിവൻകുട്ടി വിമർശിച്ചു. അങ്ങനെയൊക്കെ ഈ RSS-ന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധിയാണെങ്കിലും സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്?
അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇന്നിപ്പോ കേരളത്തിലെ RSSന്റെ പ്രവാചകനും RSSന്റെ തത്വങ്ങൾ പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആർ ബിന്ദു തന്നെ നേരിട്ടിടപെട്ടാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം നടത്തിയത്. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. SFI സമരത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയ സാഹചര്യമൊക്കെ ഉണ്ട്. എന്നിട്ടും VC അയയാത്തത് മൂലം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ പ്രതികരണമാണ് ഇതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. നമ്മൾ ഇനി പോകുന്നു ഫോക്കസ് നമ്പർ 4ലേക്ക്. അമ്മയിൽ മക്കൾ പോരും. അമ്മയിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് നടപടികൾ തുടങ്ങിക്കഴിയേ അമ്മയിലെ അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള പോരാണ്. അതൊരു പരസ്യ പോരിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. ആരോപണ വിധേയർ മാറി നിന്ന ചരിത്രമാണ് അമ്മയിൽ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ബാബുരാജ് മാറി നിൽക്കണമെന്നുമാണ് തിരുത്തൽവാദികളുടെ ഒരു ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതേസമയം ബാബുരാജ് ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നുമില്ല. അവിടെ ഒരു ട്വിസ്റ്റും ഉണ്ടായിരിക്കുകയാണ്. ബാബുരാജിന് പിന്തുണയുമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജഗദീഷ് കൂടി എത്തിയതോടെ അമ്മയിൽ വലിയ രീതിയിലുള്ള തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് അനൂപ് ചന്ദ്രന്റെ ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ അമ്മ അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ബാബുരാജിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. മറ്റ് പല ആരോപണങ്ങളും അനൂപ് ചന്ദ്രൻ ഇതിൽ ബാബുരാജിനെതിരെ ഉന്നയിക്കുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു, പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. ആരോപണ വിധേയരായ ആരും അവരുടെ സാംസ്കാരിക ബോധം കൊണ്ടും അവരുടെ മൂല്യം കൊണ്ടും അവർ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വെളുപ്പിക്കണം. അതിനൊരു കസേര വേണം. അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ് സിൽബന്തി രാഷ്ട്രീയം. വിവേകമില്ലാത്ത, സാമൂഹിക ബോധമില്ലാത്ത, സാംസ്കാരിക ബോധമില്ലാത്ത ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്നത് തൻ്റെ ചുറ്റിനും ചില സിൽബന്തികളെ സൃഷ്ടിക്കലാണ്. ഇയാളുടെ നാവായി ചില സിൽബന്തികൾ മാറണം എന്നുള്ളതാണ്. ഈ സിൽബന്തികളെ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സിനിമയെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനമോ ബോധമോ അല്ലെങ്കിൽ അത്തരം അഭിനയ സമ്പ്രദായങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളോ ഒന്നുമില്ലാത്ത ചില ആൾക്കാരാണ് ഇയാൾക്ക് സിന്ദാബ വിളിച്ചുകൊണ്ട് സിൽബന്തികളായി മുന്നോട്ട് വരുന്നത്. ഇതിൽ ചില സ്ത്രീകളുമുണ്ട്. ഈ സ്ത്രീകളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അമ്മ അസോസിയേഷനിലെ അഭിനയ സമ്പ്രദായത്തിലും സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ചും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചുമൊക്കെ ആധികാരികമായി പഠിച്ച സ്ത്രീകളെ അപഹസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപഹസിക്കപ്പെടുന്നവരിൽ പ്രധാനികളാണ് നമ്മുടെ
കുക്കു പരമേശ്വരനും അതുപോലെ ശ്വേതാമേനോനും അനന്യയും സരയും ഒക്കെ അങ്ങനെ ഇവരാൽ അപഹസിക്കപ്പെടുന്നവരാണ്. ഇപ്പൊ മിസ്റ്റർ ബാബുരാജ് എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന അദ്ദേഹത്തിന്റെ സിൽബന്ദികളിൽ പ്രധാനിയായിട്ടുള്ള അൻസിബ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി കഴിഞ്ഞ ദിവസം പത്രക്കാര് ഒരു ചോദ്യം ചോദിച്ചു. അമ്മ അസോസിയേഷന്റെ ഓഫീസിന്റെ മുമ്പിന്റെ വാതിൽക്ക് വെച്ചൊരു ചോദ്യം ചോദിച്ചു. ആരോപണ വിധേയരായവരെല്ലാം മാറി നിൽക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അത്രയേറെ ഹൃദയവേദനയുണ്ടായി. ആ കുട്ടി പറഞ്ഞ മറുപടി, മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആരോപണ വിധേയരായി എന്നിട്ട് അവരൊക്കെ മത്സരിക്കുന്നില്ലേ, അവരാരും ബലാത്സംഗ കേസിലല്ല, മുൻകൂർ ജാമ്യം എടുത്തിട്ടല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഈ മത്സര രംഗത്ത് വരുന്നത് അത്യന്തം അപകടമുണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കെതിരെ മത്സരിച്ച ആളാണ് മിസ്റ്റർ ബാബുരാജ്. ആരോഗ്യപരമായ മത്സരമായിരുന്നു. കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു അംഗത്തോട് ഈ ബാബുരാജിനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആരോഗ്യപരമായ മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഒരാൾ അയാളുടെ പഴയ കാലത്ത് പല ചെയ്തികളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു പുതിയ മനുഷ്യനാകാൻ നമുക്കൊരവസരം കൊടുക്കണം. അതാണ് സാംസ്കാരിക ബോധമുള്ളവർ ചെയ്യുക. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുന്ന ഒരു പരാമർശം ഒരു അംഗത്തോടും നടത്തിയിരുന്നില്ല. അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടും ആ കൊടുത്ത അവസരത്തിന്റെ കാലയളവിനുള്ളിൽ വീണ്ടും ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ മഹത്തായ സംഘടന തലപ്പത്തേക്ക് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ടോ? ഈ ജഗദീഷ് കൂടി ബാബുരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അനൂപ് ചന്ദ്രൻ വളരെ പരസ്യമായി രംഗത്ത് വരുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പ്, അമ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ മറ്റ് ഗുരുതര ആരോപണങ്ങൾ ബാബുരാജിനെതിരെ ഉന്നയിക്കുകയാണ് അനൂപ് ചന്ദ്രൻ ചെയ്തിരിക്കുന്നത്. ജഗദീഷ് ഈ കാര്യത്തിൽ പുറമേക്ക് വലിയ സ്വീകാര്യനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണ വിധേയനെ പിന്തുണച്ചതിലൂടെ ജഗദീഷ് വഞ്ചിച്ചു എന്നൊരു വികാരമാണ് ഈ തിരുത്തൽവാദികൾക്ക് ഉള്ളത്. ബാബുരാജ് മത്സരിക്കുകയാണെങ്കിൽ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ കടുത്ത മത്സരത്തിലേക്ക് അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബാബുരാജ്. ആരോപണ വിധേയർ മത്സരിച്ചിട്ടുള്ള മുൻപും ചരിത്രമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ബാബുരാജിന് വലിയ പിന്തുണ ഒരു ഭാഗം ആളുകളുടെ കയ്യിൽ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ബാബുരാജ് ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ അമ്മ ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ബാബുരാജിനും ബാധകമാണ് എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഏറ്റവും ഒടുവിൽ മാലാ പാർവതിയും വിമർശനമായി രംഗത്ത് വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ, അമ്മയുടെ ഈ ചീത്തപ്പേരൊക്കെ മാറ്റാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത്. ബാബുരാജ് മത്സരിക്കുകയാണെങ്കിൽ അത് ഇല്ലാതാകും എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. മാലാ പാർവതിയും ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെയാണ് സംസാരിക്കുന്നത്. മാറി നിൽക്കേണ്ടതായിരുന്നു ഈ സ്വീകാര്യമായ നിലപാട് എന്നത് പറയുന്നു. ഒപ്പം ജഗദീഷിനെതിരെ കൂടി മാലാ പാർവതി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പൊതുവെ സ്വീകാര്യനാണ് എങ്കിൽ പോലും, പൊതുമധ്യത്തിൽ സ്വീകാര്യനാണ് എങ്കിൽ പോലും ജഗദീഷിന് ആ സ്വീകാര്യത അമ്മയിലില്ല എന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജഗദീഷ് മുന്നോട്ട് വരികയും പിന്നീട് വാക്കുമാറുകയും പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ജഗദീഷിനെതിരെ മാലാ പാർവതി ആ വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം ജഗദീഷ് ഈ വിഷയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അമ്മയിലെ മക്കൾ തമ്മിലുള്ള വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്, അല്ലെങ്കിൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നല്ലതുപോലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിവെക്കുകയുള്ളൂ എന്ന വളരെ പോസിറ്റീവായ നിലയിലുള്ള ഒരു പരാമർശമാണ് ജഗദീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ത്രികോണ മത്സരത്തിനാണ്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം നടക്കുന്നു എന്ന ഒരു സാഹചര്യമാണ് അമ്മയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഒന്ന് ജഗദീഷാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്, മറ്റൊന്ന് ശ്വേതാമേനോനാണ്, പിന്നീട് മത്സരിക്കുന്നത് ദേവനാണ്. അപ്പോൾ ജഗദീഷിനെതിരെയുള്ള ഇപ്പോഴുയർന്നിട്ടുള്ള ബാബുരാജിനൊപ്പം നിൽക്കുന്ന സാഹചര്യം, ആ വികാരം പ്രയോജനപ്പെടുത്താം എന്നത് ശ്വേതാമേനോൻ കരുതുമ്പോൾ ഇരുവർക്കും ശക്തമായ എതിരെ വരുന്ന വോട്ടുകൾ സമാഹരിക്കാമെന്നും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാമെന്നും ദേവനും കണക്ക് കൂട്ടുന്നുണ്ട്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ അമ്മയിൽ എന്തായാലും പോരാട്ടം കടുക്കുക തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. ഈ മാസം അവസാനം വരെ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയമുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ മത്സര ചിത്രം എന്ത് എന്നത് വ്യക്തമാകുകയുള്ളൂ. ഈ തിരുത്തൽവാദികൾ ഉൾപ്പെടെയുള്ളവരെ
അവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാബുരാജ് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവർ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ബാബുരാജ് ഇനി ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായി പിന്മാറുകയാണെങ്കിൽ അവരും പിന്മാറും. അങ്ങനെയാണെങ്കിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കരുതാം. എന്തായാലും മുൻനിര താരങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഭാവിയിൽ ഇത് വളരെ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഫോക്കസ് നമ്പർ 5ലേക്കാണ്. തരൂരിന്റെ വാർത്തയിലേക്കാണ്. എന്തുകൊണ്ട് തരൂരിന് മൗനം? തരൂർ മൗനവ്രതത്തിലാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് മൗനവ്രതം. അതേസമയം ന്യൂസ് 18 ഇന്ന് കൊണ്ടുവന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്തകളിൽ തരൂർ മനസ്സ് തുറക്കുന്നു എന്നതാണ്. BJP ദൂതനോട് BJP-യിലേക്കില്ല എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി തരൂർ നൽകിക്കഴിഞ്ഞു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്ത. അത് BJP അംഗത്വം എന്നത് സ്വീകരിച്ചുകൊണ്ട് യാതൊരു പദവിയിലേക്കും ഇല്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെ BJP-ക്ക് തരൂർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ? അതിനുവേണ്ടിയാണോ തരൂർ പ്രവർത്തിച്ചത്? മോദി സ്തുതിയും ഓപ്പറേഷൻ സിന്ദൂർ ഡെലിഗേഷന്റെ ഭാഗമായി നടത്തിയ മറ്റ് പരാമർശങ്ങളും ലേഖനങ്ങളുമൊക്കെ തരൂർ BJP-യിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് എന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ തരൂരുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദൂതന്മാർ, പ്രധാനമന്ത്രിയുടെ ദൂതന്മാർ തരൂരിനെ സമീപിക്കുന്നു. പക്ഷേ തരൂർ ഇല്ല എന്ന ഒരു മറുപടി നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തരൂർ I'm very upset. You should have called. Of course, you're on my list. They have sent it to your email. That's the problem. I'll check it. नहीं है. Next time I'll send you. Sir, आप पार्लियामेंट में बोले थे क्या? തരൂർ നമുക്കറിയാം, ഒരവസരം കിട്ടിയാൽ തരൂർ സംസാരിച്ചാൽ അതൊക്കെ വിവാദമാകുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ മൈക്ക് നീട്ടുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ കടന്നു പോകുന്ന തരൂരിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇന്ന് സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഭാഗമായി സംസാരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ തരൂർ തന്നെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാകും തരൂർ അങ്ങനെ ഒരു മൗനവ്രതത്തിലേക്ക് കടന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം നമുക്കറിയാം, രാജ്യമാണ് പ്രധാനം, പാർട്ടി പിന്നേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പല വേദിയിൽ തരൂർ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇന്ന് സഭയിൽ നടക്കുന്ന ചർച്ചയിൽ അങ്ങനെ എന്തെങ്കിലും പറയാനോ വിവാദമോ ഉണ്ടാക്കാനോ തരൂർ ശ്രമിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഡാൻ കുര്യന്റെ എക്സ്ക്ലൂസീവ് വാർത്തയുടെ പ്രാധാന്യവും നിൽക്കുന്നത്. തരൂർ BJP-യിലേക്കില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. BJP നേതൃത്വത്തിന് ശക്തമായ മെസ്സേജ് തന്നെ അവർ അയച്ച ദൂതന്മാരോട് തരൂർ നൽകിയിരിക്കുകയാണ്. BJP-യിൽ അംഗത്വം എടുക്കാനില്ല, അതുവഴി ലഭിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളും വേണ്ട എന്ന കാര്യം തരൂർ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തരൂരിന്റെ മനസ്സിൽ എന്ത് എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിന്റെ പരിപാടികളിൽ കോട്ടയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രത്തിൽ തരൂർ എത്തുകയും അവിടെ വലിയ VIP സ്വീകരണം തരൂരിന് ലഭിക്കുകയും ചെയ്തതാണ്. തരൂർ കേരളം തന്നെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു അത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായും ഒക്കെ ശക്തമായ ബന്ധം തരൂർ പുലർത്തുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. അതിന് പിന്നാലെ BJP-യിലേക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കുക കൂടി ചെയ്ത ഒരു സാഹചര്യം വരുമ്പോൾ തരൂരിന്റെ മനസ്സിൽ എന്ത് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. അവിടെ തരൂർ എന്ത് നീക്കം നടത്തുന്നു എന്നത് വളരെ പ്രസക്തമാണ്. പക്ഷേ അനുനയത്തിനില്ല കോൺഗ്രസ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അത്രമാത്രം തിരിച്ചടികൾ അല്ലെങ്കിൽ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അനുനയത്തിന് കോൺഗ്രസ് നേതൃത്വം ഉടനൊന്നും തയ്യാറാകില്ല എന്ന വിവരം കൂടി വരുന്നു. അപ്പോഴും തരൂരിന്റെ മൗനം എന്തിന് എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഫോക്കസ് 5 വാർത്തകൾ. നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിലേക്ക് എത്താം. ഒരു കാലത്ത് വളരെ പ്രമാദമായതും ചർച്ച ചെയ്തതുമായ സംഭവങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ തേടുന്ന സെഗ്മെന്റാണ് എന്നിട്ടെന്തായി. നമുക്ക് ഇന്നത്തെ എന്നിട്ടെന്തായി കാണാം. കേരളം വളരെ ഞെട്ടലോടെ കേട്ട വാർത്തയാണ് പാലക്കാട് പനയംപാടത്തെ വാഹനാപകടം. 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത സംഭവം. കരിമ്പ
ഹൈസ്കൂളിലെ 4 കുട്ടികളുടെ ജീവനാണ് ആ അപകടത്തിൽ പൊലിഞ്ഞത്. നമുക്കറിയാം, ആ റോഡ് അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ റോഡ് അശാസ്ത്രീയ നിർമ്മാണത്തിന് പേര് കേട്ട റോഡാണ്. അവിടെ അപകടങ്ങൾ തുടർക്കഥയായിരുന്നു. ഒരു വശം ചരിഞ്ഞ രീതിയിലാണ് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ തെന്നി മറിഞ്ഞ് അപകടം അവിടെ സ്ഥിരമായിരുന്നു. നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു, പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. അതിന് അധികൃതരുടെ ആ അനാസ്ഥയ്ക്ക് നൽകേണ്ടി വന്നത് 4 വിലപ്പെട്ട ജീവനുകളായിരുന്നു. കേരളം ഒന്നാകെ ഞെട്ടിയ ഒരു അപകടം കൂടിയായിരുന്നു അത്. അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക്. ഡിസംബർ 13 നാടിനെ നടുക്കിയ അപകടം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ, അബ്ദുൾ റഫീഖിന്റെ മകൾ റിദ ഫാത്തിമ, സലാമിന്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീന്റെ മകൾ AS ആയിഷ എന്നിവരാണ് മരിച്ചത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട സിമന്റ് ലോറി മറിയുകയായിരുന്നു. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകടമരണങ്ങൾ നടന്ന കരിമ്പ പനയമ്പാടം വളവിലായിരുന്നു അപകടം. മരിച്ച 4 പേരുടെയും വീടുകൾ 1/2 കിലോമീറ്ററിനുള്ളിലായിരുന്നു. ഒരു നാടിന്റെ മുഴുവൻ ദുഃഖമായി ഈ അപകടം മാറി. ലോറി അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തെത്തുകയായിരുന്നു. ഈ ലോറി ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സിമന്റ് ലോറി മറിഞ്ഞതെന്ന് ഡ്രൈവർ സമ്മതിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. നരഹത്യാ കുറ്റത്തിനാണ് ഡ്രൈവർ പ്രജിനെതിരെ കേസെടുത്തത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നും പനയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് വൻ ജനരോഷമുയർന്നു. ചെരിഞ്ഞ് മിനുസമുള്ള റോഡാണ് ഇവിടെ വാഹനങ്ങൾ മറിയുന്നതിനും അപകടത്തിൽപ്പെടുന്നതിനും കാരണം. ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളും 12-ലേറെ മരണങ്ങളും കരിമ്പ പനയമ്പാടം വളവിൽ മാത്രം സംഭവിച്ചു. അപകടത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഗതാഗത മന്ത്രി നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. ന്യൂസ് 18 പാലക്കാട്. 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത് 4 കുടുംബങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിയ സംഭവമാണ്. അന്ന് ഈ അപകടത്തിന് ശേഷം ഗതാഗത മന്ത്രി അവിടെ നേരിട്ടെത്തുന്നു. അദ്ദേഹം വണ്ടി ഓടിച്ച് ആ റോഡിലൂടെ ഓടിച്ച് സ്ഥിതിഗതികൾ പരിശോധിക്കുന്നു. കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ 6 മാസത്തിനിപ്പുറം എന്ത് സംഭവിച്ചു എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. പനയമ്പാടത്തെ ആ റോഡ് ഇപ്പോൾ ഏതവസ്ഥയിലാണ്, അതിനുശേഷം അവിടെ എന്തൊക്കെ നടന്നു, നമുക്ക് ആ റോഡ് കാണാം. അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം ആ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അപകട മേഖലയായ പനയമ്പാടം. റോഡിന്റെ വീതി കൂട്ടിയിട്ടും ഇവിടെ അപകടങ്ങൾക്ക് കുറവുണ്ടായില്ല. നിർമ്മാണത്തിലെ അപാകതയായിരുന്നു പ്രധാന കാരണം. ചരിഞ്ഞ നിലയിലാണ് റോഡ്. ഇത് പരിഹരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. സ്ഥിരം അപകട മേഖലയായതിനാൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരുന്നു. റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പരുക്കനാക്കിയിരുന്നെങ്കിലും വാഹനങ്ങൾ ഓടി ഓടി വീണ്ടും മിനുസമായി. ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയിലെ വെള്ളവും റോഡിലെ ഓയിലും ലോറിയുടെ അമിത വേഗവുമാണ് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിലേക്ക് നയിച്ചത്. നനഞ്ഞുകിടന്ന റോഡിൽ എതിരെ വന്ന ലോറി വലത്തോട്ട് തെന്നിത്തിരിഞ്ഞതോടെ പിൻവശം സിമന്റ് ലോറിയുടെ മുൻവശത്ത് തട്ടി. ഇതോടെ സിമന്റ് ലോറി റോഡിന്റെ വശത്തേക്ക് നീങ്ങി മറിയുകയായിരുന്നു. റോഡിന്റെ പരിപാലന കാലാവധി കഴിയാൻ 1.5 വർഷം കൂടിയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാലയളവിൽ അപാകത പരിഹരിക്കാൻ കരാർ കമ്പനിയായ ഊരാളുങ്കലിനോട് നിർദ്ദേശിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ 7 മാസത്തിനിപ്പുറവും റോഡിന്റെ ചരിവ് മാറ്റാനുള്ള നടപടികളുണ്ടായില്ല.
റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക ഡിവൈഡറുകൾ സ്കൂൾ സമയങ്ങളിൽ വിദ്യാർത്ഥികളെ റോഡ് മുറിച്ചു കടക്കാനും വാഹനങ്ങൾ നിയന്ത്രിക്കാനും എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലൊക്കെയായി നടപടി ചുരുങ്ങിയെന്ന് നാട്ടുകാർ. പനമ്പാടത്തിലെ കച്ചവടം മൊത്തം പോയി. ഒരാൾക്ക് ഇവിടെ ഒന്ന് സാധനം മേടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലായി. ഒന്ന് പിന്നെ വണ്ടികളൊന്നും നിർത്തുന്നില്ല. പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നു. കുറേ കാലം ചാർജ് ചെയ്തിരുന്നു, പോലീസുകാർ അവിടെ വന്നിട്ട് ചാർജ് ചെയ്തിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരു വണ്ടിയെടുപ്പ് നിർത്തുന്നില്ല. മറ്റവിടെ രാത്രിയിൽ കച്ചവടം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ രാത്രിയിലൊന്നും കച്ചവടമില്ല. മൊത്തം പിന്നെ ആ കച്ചവട കാര്യത്തിൽ മൊത്തം മോശമായി. അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇതിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡർ മാറ്റി ഇവിടെ റോഡ് പരിക്കിനാക്കി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലെന്ന് 100% ഉറപ്പാണ്. പിന്നീട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസമായി നാട്ടുകാർ പറയുന്നത്. അപ്പോഴും ചരിഞ്ഞ റോഡിൽ മഴ പെയ്യുമ്പോൾ തെന്നൽ രൂപപ്പെടുന്നത് ഇരുചക്ര വാഹനക്കാരെ വലയ്ക്കുന്നു. വാഹനങ്ങൾ തെന്നിമറിയുന്നതിന് കാരണമാകുന്നുവെന്നും ഇവർ പറയുന്നു. വഴുക്കലുണ്ട്, വഴുക്കെങ്കിലും ഇങ്ങോട്ട് വരിക വണ്ടി. ചരിവ് ശരിയാക്കണം, വീതി കൂട്ടണം. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്ത് വരാം. അതായത് ഒരു ഭാഗത്തേക്ക് ചെരുവാണ്. ഈ ചെരുവിന് ഒരു പരിഹാരം കണ്ടാൽ മാത്രമേ, ഈ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലം ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് ഈ കടയിലേക്ക് ഒരു ലോറി ഇടിച്ചു പോയി. പക്ഷെ ആ സമയത്ത് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടികളില്ല. ഒരു 4 മണിക്ക്, അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴയായിരുന്നു. അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. പിന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ശബരിമലയിലായിരുന്നു. പക്ഷെ അറിഞ്ഞു അവസ്ഥ തന്നെ റോഡിൻ്റെ ഈ ചെരുവ് പരിഹരിക്കണം. അതുപോലെ 2 ഭാഗത്തും ഡ്രൈനേജ്, ഇതാണ് പ്രധാന പോരായി. ഇല്ലാതെ നമ്മൾ കുറേ ഡിവൈഡർ ഇട്ടതുകൊണ്ടോ, പിന്നെ വെള്ളമല്ല, പെട്ടെന്ന് ഒന്നാമത് റബ്ബറൈസ് റോഡാണ്. പെട്ടെന്ന് വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ, അതായത് ചാറ്റൽ മഴയിൽ പ്രത്യേകിച്ച് സ്ലിപ്പിംഗ് വരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലാണ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമായി മാറുള്ളൂ. ശാസ്ത്രീയവും ശാശ്വതവുമായ പരിഹാരമായിരുന്നു പനയമ്പാടത്തിന് വേണ്ടത്. ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളും 12-ലേറെ മരണവും സംഭവിച്ചതിനു ശേഷവും നടപടിയെടുക്കാതിരിക്കുന്ന കരിമ്പ പനയമ്പാടം വളവിൽ അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ്. 4 കുടുംബങ്ങളാണ് ഇന്നും ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ഉരുകിക്കഴിയുന്നത്. അതിനുശേഷവും കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറുപടി പറയേണ്ടതും അധികൃതരാണ്. 4 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ അവിടെ ശാശ്വത പരിഹാരം ഈ 6-7 മാസത്തിന് ഇപ്പുറവും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് അവിടെ എത്തുമ്പോഴും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് നമുക്ക് കാണാം, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ടാങ്കറുകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അപകടത്തിന്റെ ഭീതിയിലും ഭീഷണിയിലും തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത്. അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി ന്യൂസ് 18 വെക്കുകയാണ്. നമ്മളിനി മറ്റു വാർത്തകൾ വളരെ വേഗത്തിലൊന്ന് നോക്കാം. കോട്ടയം വൈക്കം മുറിഞ്ഞപുഴയിൽ ബോട്ട് അപകടം, ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി കണ്ണനായി തെരച്ചിൽ തുടരുന്നു. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെയും കൂട്ടാളികളെയും ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു. തീവ്രവാദിയുമായ സുലൈമാൻ ഷായും 2 കൂട്ടാളികളുമാണ് ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ഐതിഹാസിക നടപടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്നും പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചതായും ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്ക് തുടക്കമിട്ട് രാജ്നാഥ് സിംഗ്. വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി വി ഡി സതീശൻ. UDF 97 സീറ്റ് വരെ നേടുമെന്നുള്ള കാര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് സംശയമില്ലല്ലോ എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. UDFന് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും വി ഡി സതീശൻ. പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനിടയാക്കിയ ഫോൺ സംഭാഷണ വിവാദം KPCC അന്വേഷിക്കും. അച്ചടക്ക സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് KPCCക്ക് കൈമാറും. പാർട്ടി നടപടി തിരുവഞ്ചൂരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ തലപ്പത്തുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയെന്ന് സൂചന. ജയിൽ DIG V ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് കൈമാറി. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഗോവിന്ദചാമി ജയിൽ ചാടിപ്പോകുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തെത്തി ആദ്യം പോയത് പുതിയ തെരുവ് ഭാഗത്തേക്ക്, ലക്ഷ്യമിട്ടത് റെയിൽവേ സ്റ്റേഷൻ എന്ന സംശയം. അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമാകും.
ധർമ്മസ്ഥല കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് തുടരുന്നു. നേത്രാവതി പുഴയോരത്ത് നിന്നാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. ബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനികളുടേതുൾപ്പെടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിലാണ് SITയുടെ നേതൃത്വത്തിൽ പരിശോധന. ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ 19-കാരി ദിവ്യ ദേശ്മുഖിന്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ഇന്ത്യൻ താരം തന്നെയായ കൊനേറു ഹംപിയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് നാഗ്പൂർ സ്വദേശിയായ ദിവ്യയുടെ കിരീട നേട്ടം. ജോർജിയയിലെ ബത്തുമിയയിലാണ് മത്സരം നടന്നത്. ഇനി നമ്മൾ പോകുന്നു സായാഹ്ന സവാരിയിലേക്ക്. നിങ്ങൾ വിസ്കി ചായ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക വിസ്കി ചായ എന്നൊരു ചായ ഉണ്ടെന്ന്. കുൾഫി ചായ, വിസ്കി ചായ, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ചായകൾ കിട്ടുന്ന ഒരു ഇടമുണ്ട് തിരുവനന്തപുരത്ത്. വഴുതക്കാടാണ് ആ ഷോപ്പുള്ളത്. വഴുതക്കാട് ക്യാപിറ്റൽ ചായയിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. ഇവിടെ ഇന്ന് ചായ കുടിക്കാൻ പോയത് സാരംഗാണ്. അപ്പോൾ അവിടുത്തെ വെറൈറ്റി ചായകളുടെ വിശേഷങ്ങൾ കാണാം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയമാണ് ചായ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും മലയാളികൾ ആദ്യം തേടിയെത്തുന്നത് നല്ലൊരു ചായയാണ്. തലസ്ഥാനത്ത് അത്തരത്തിലുള്ള 40ഓളം വെറൈറ്റി ചായകളുള്ള ഒരു ചായക്കടയിലാണ് നമ്മൾ ഇന്നുള്ളത്. വഴുതക്കാടിൽ നിന്നും ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി ക്യാപിറ്റൽ ചായ എന്ന ചായക്കടയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓരോ ഫ്ലേവറിലെയും ചായകൾ ഒന്നിനൊന്ന് വ്യത്യസ്തവും രുചികരവുമാണ്. നഗരത്തിലെ തിരക്കിൽ നിന്ന് അധികം ദൂരെ പോകാതെ തന്നെ ഒരു ടീ ബ്രേക്ക് എടുക്കാനായി ഇവിടെ വരെ എത്തുന്നവർ നിരവധിയാണ്. വിസ്കി, റം, ജാസ്മിൻ, വൈൻ, ബിയർ, കുൽഫി തുടങ്ങിയ വൈവിധ്യമാർന്ന ചായ രുചികളും മസാല, ഇഞ്ചി തുടങ്ങിയ പരമ്പരാഗത വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അധികം കൺഫ്യൂഷനൊന്നുമില്ലാതെ നമുക്കിഷ്ടമുള്ള രുചികൾ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കടയിൽ ബെസ്റ്റ് ആയിട്ടുള്ള ചായ വെൽനസ് ടീ, ഗ്രീൻ ടീ, അതായത് ഐസ് ടീസ്, മിൽക്ക് ടീയിലെ ബെസ്റ്റ് ആയിട്ട് ടീ, ബ്ലാക്ക് ടീയിലെ ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ മോട്ടം എന്ന് വെച്ചാൽ ഒരു റോസ് ടീ, റിയൽ റോസ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലേവർ കൊടുക്കാൻ പറ്റും ആലോചിച്ചിട്ട് കോൺസെപ്റ്റാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ മിൽക്ക് വെറൈറ്റിയിലായിട്ട് ഒരു 20 വെറൈറ്റി, ടോട്ടലി നമ്മൾ നോക്കിയാൽ ഒരു 50+ വെറൈറ്റി ചായയുടെ ഉണ്ടാകുന്നു. നമ്മളെ ഗ്രീൻ ടീയിലിട്ട് ഒരു 5 to 6 വെറൈറ്റീസും. വെൽനസ് ആണ് നമ്മുടെ മെയിൻ മോട്ടോ. ഞങ്ങൾ ഓരോ മസാല ചായയും ബിസ്കി ചായയും ഒന്ന് പരീക്ഷിച്ചു. സംഭവം കൊള്ളാം. ചായയുടെ തനത് രുചി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ ഫ്ലേവറുകളും. ചായക്കൊപ്പം ഒഴിച്ചുകൂടാൻ കഴിയാത്ത മലബാർ സ്നാക്സുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചായ സ്നേഹികൾക്ക് 40-ലധികം വെറൈറ്റികളുള്ള ചായകളോടൊപ്പം തന്നെ മലബാർ കടികളും നൈറ്റ് ലൈഫും ഒപ്പം അത്യാവശ്യം നല്ലൊരു വൈബും ഇവിടെ ക്യാപിറ്റൽ ചായ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. ഇപ്പോൾ ഒരു സായാഹ്നത്തിൽ പോകാൻ പറ്റിയ ഒരിടമാണ്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ കരുതുന്നവർ, മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് വിസ്കി ചായ കുടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇടമാണ് എന്നതാണ് സാരംഗ് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം. അപ്പോൾ എല്ലാവരെയും അങ്ങനെ പരീക്ഷണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ഏതായാലും നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.